വെൽക്കം ബാക്ക് ടു ഗ്രീൻ പെപ്പർ ലീവ്സ്. വെറും 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാവുന്ന ഒരു ടിഫിൻ സാമ്പാറാണ് ഇന്നത്തെ റെസിപ്പി. സാമ്പാർ വളരെ ഇഷ്ടമാണെങ്കിലും പലരും അതിൽ പരിപ്പ് ചേർക്കുന്നു എന്നും പറഞ്ഞ് മാറ്റി വയ്ക്കാറാണ് പതിവ്. പക്ഷേ ഈ സാമ്പാറിൽ ഞാൻ ഒട്ടും തന്നെ പരിപ്പ് ചേർത്തിട്ടില്ല. അതുകൊണ്ട് എല്ലാവർക്കും ധൈര്യമായി കഴിക്കാം. ഞാനിവിടെ വളരെ കുറച്ച് പച്ചക്കറികളെ എടുത്തിട്ടുള്ളൂ. നമ്മുടെ സാധാരണ സാമ്പാറിനൊക്കെ കുറച്ച് നീളത്തിലാണ് മുറിക്കുന്നത്. ഞാനിവിടെ അത്യാവശ്യം ചെറിയ ചതുര കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. ഇങ്ങനെ മുറിച്ചാൽ സാമ്പാർ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. മാത്രമല്ല, ഞാൻ ഈ സാമ്പാർ ഉണ്ടാക്കാൻ മൺചട്ടിയാണ് എടുക്കുന്നത്. പെട്ടെന്ന് വെന്ത് കിട്ടാനും ഇങ്ങനെ മുറിക്കുകയാണ് നല്ലത്. ഈ സാമ്പാർ ഉണ്ടാക്കാൻ ആദ്യം ഒന്ന് വറുത്തെടുക്കണം. പക്ഷേ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്ര തേങ്ങയൊന്നും ആവശ്യമില്ല. കുറച്ച് മതി, ഒരു പിടി പോലും വേണ്ട. ഇതിൻ്റെ പ്രധാന ചേരുവ കടലപ്പരിപ്പാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ കറിക്കടലയാണ്. 6 ഉണക്കമുളക്, 1 ടേബിൾ സ്പൂൺ ഉലുവ, 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം, 2 ടേബിൾ സ്പൂൺ മല്ലി, പിന്നെ വേണ്ടത് കറിക്കടല, കുറച്ച് കറിവേപ്പില, 1 കഷ്ണം കായം, 1 ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി കുറച്ച് നേരത്തെ വെള്ളത്തിലിട്ട് വെക്കണം. ഒരു ഫ്രൈയിങ് പാൻ അടുപ്പിൽ വെച്ച് ഞാൻ ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ പോവുകയാണ്. ഇതിലേക്ക് ഒട്ടും തന്നെ എണ്ണ ചേർക്കുന്നില്ല. അധിക സമയമൊന്നും ആവശ്യമില്ല. ഇത് പെട്ടെന്ന് തന്നെ വറവായി കിട്ടും. ടിഫിൻ സാമ്പാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് റൈസിൻ്റെ കൂടെ മാച്ച് ചെയ്യില്ല എന്നൊന്നും ഇല്ല കേട്ടോ. ഇത് രാവിലെ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഉണ്ടാക്കി വെച്ചാൽ നമുക്കത് ഊണിൻ്റെ കൂടെയും കൂടെ കഴിക്കാം. നല്ല പൊന്നിയരിയുടെ ചോറാണെങ്കിൽ നന്നായിട്ട് മാച്ച് ചെയ്ത് പോകും. പാനിൻ്റെ ബാക്കിലായിട്ട് ഞാൻ എന്താ വെച്ചിരിക്കുന്നതെന്ന് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും. നിങ്ങൾ കരുതുന്ന പോലെ അത് ചെടിയല്ല, മൈക്രോഗ്രീൻസ് ആണ്. ചെറുപയർ മുളപ്പിച്ചത്. എന്താണ് മൈക്രോഗ്രീൻസ്, അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇത് ഒരുപാടൊന്നും ചുവക്കണ്ട. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സാമ്പാറിന് ഏറ്റവും സ്വാദുണ്ടാവുക നല്ലെണ്ണയാണ്. അതുകൊണ്ട് ചൂടായി വരുന്ന ചട്ടിയിലേക്ക് ഞാൻ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചട്ടി ഒരുപാട് ചൂടാവാൻ നിന്നാൽ പുകഞ്ഞു പോകും. അതുകൊണ്ടാണ് നേരത്തെ തന്നെ ഒഴിച്ചു കൊടുത്തത്. അപ്പുറത്തെ സ്റ്റൗവിൽ രാവിലെ കഴിക്കാനുള്ള ദോശയും റെഡി ആവുന്നുണ്ട്. എണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് വഴന്നു വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉണക്കമുളക് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ്. അത് വല്ലാതെ ചെറുതാക്കിയിട്ടല്ല മുറിച്ചത്. കാരണം നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ കിടന്ന് വേവാനുള്ളതാണ്. അപ്പോഴേക്കും ഉള്ളി അലിഞ്ഞു പോവും. അതുകൊണ്ട് കുറച്ച് വലുതായിട്ട് തന്നെ മുറിച്ചു. പിന്നെ വേവ് കുറഞ്ഞ പച്ചക്കറികൾ ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. അതൊക്കെ ഒന്ന് വഴറ്റിയിട്ട് വേണം ഉരുളക്കിഴങ്ങും വാഴയ്ക്കൊക്കെ ഇട്ട് കൊടുക്കാൻ. ഈ പച്ചക്കറികളൊക്കെ എണ്ണയിലിട്ട് വഴറ്റുന്നതുകൊണ്ട് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. മാത്രമല്ല, ഇതൊന്നും ഉടഞ്ഞു പോയില്ല വല്ലാതെ. ചെറിയ കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ മുറിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ കിട്ടും. ഞാനിത് ഇളക്കി കൊടുക്കുന്നതിൻ്റെ സ്പീഡ് കൂടിയിട്ടാണോ എന്നറിയില്ല. ചട്ടി വല്ലാതെ ഷെയ്ക്കാവുകയാണ്. അതുകൊണ്ട് ഞാനിതൊന്ന് പിടിച്ച് കൊടുത്തിട്ട് ഇളക്കുകയാണ്. മൺചട്ടി ആയതുകൊണ്ട് വല്ലാതെ ചൂടാവില്ലല്ലോ. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങും വാഴയ്ക്കയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പച്ചക്കറികളൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ. അപ്പോഴേക്കും അടുത്ത ദോശ കൂടി ഒന്ന് ചുട്ടെടുക്കാം. ഇനി ഈ സാമ്പാറിലേക്ക് നമ്മൾ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കൂട്ടിൽ ചേർത്ത ആ അളവ് മാത്രം മതിയാവും. സാമ്പാറിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പച്ചക്കറികളൊക്കെ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. മല്ലിയിലയും ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. മല്ലിക്ക് നല്ല ഫ്ലേവറാണ്. കുറച്ചധികം ഉപയോഗിക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന മസാലകളൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സാമ്പാർ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. 1 കഷ്ണം ശർക്കര കൂടി ചേർത്ത് സാമ്പാർ ഇറക്കി വെക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ടിഫിൻ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. കഷ്ണങ്ങളൊന്നും വല്ലാതെ ഉടഞ്ഞു പോയിട്ടില്ല. ഉപ്പും ചെറിയൊരു മധുരവും ഒക്കെ കൂടി ചേർന്നുള്ള നല്ല തമിഴ് സാമ്പാറാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താഴെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതാണ്. വ്യത്യസ്തമായ മറ്റൊരു രുചിക്കൂട്ടുമായി നമുക്കിനി വീണ്ടും കാണാം. അതുവരെ ബൈ.